എന്ത് ഭംഗിയായിട്ടാണ് പണി ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി അതൊരുക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സൗകര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരേക്ക് വയനാട്ടിലേക്കും മറ്റു പ്രദേശത്തേക്കും ഒക്കെ ആളുകൾ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം മാറി നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് സിസ്റ്റർമാരൊരു സ്ഥാപനം തുടങ്ങും. നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു സാധാരണ ഒരു ആശുപത്രി പോലെ സ്ഥാപനം പോലെ അല്ലല്ലോ. ഒന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കുന്നത്. പ്രാർത്ഥനയിൽ നിന്നുള്ള ശക്തിയാലാണ് അവരുടെ ശുശ്രൂഷകൾ. അതുകൊണ്ട് ഇവിടെ രോഗികൾ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നവരൊക്കെ ഈ പ്രാർത്ഥനയുടെ സൗഖ്യം കൊണ്ട് അനുഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ഈ സ്ഥാപനം നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥാപനമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ആശുപത്രികളൊക്കെ നടത്തുന്നത് സാധാരണ ആശുപത്രികൾ പോലെ വലിയ വരുമാനത്തിന് വേണ്ടിയുള്ളതല്ല, നാടിനൊരു കാര്യമായിട്ട് മാറണം. ഈ സ്ഥാപനത്തെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു നോട്ടത്തിൽ ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. ഉളിക്കൽ തേർമലയിൽ ആരംഭിച്ച സാൻജോസ് ആയുർവേദ ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങി. ശനിയാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. സിസ്റ്റർ ലൂസി ജോസ്, ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ സിസ്റ്റർ ലൂസി ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി തോലാനെ, ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ഫാദർ ബിബിൻ താഴപ്പള്ളി, വാർഡ് മെമ്പർ നിർമ്മല ടീച്ചർ, സിസ്റ്റർ ടെസിൻ ആൻഡ്രൂസ്, ഡോക്ടർ പ്രിൻസി കോയിക്കലാട്ട് എന്നിവർ സംസാരിച്ചു. നാടിന് അഭിമാനമായിട്ട് ഈ ഹോസ്പിറ്റൽ ഉയർന്നു വരുമ്പോൾ അത് നാടിൻ്റെ പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതാണ് എന്നുള്ളത്. ക്ലിനിക്ക് എന്ന പേര് മാറി ഹോസ്പിറ്റൽ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട്. ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഇത് കാരണമാകും എന്നത് ഉറപ്പായ ഒരു കാര്യവുമാണ്. പലപ്പോഴും ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പല വഴികളിലൂടെ പോകുന്നവരാണ് പല സ്ഥലത്തൊക്കെ. ഇനി ഇവിടെ അടുത്ത് ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഒരു റൂം ഇവിടെ ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, ആദ്യം തന്നെ ഒന്ന് ചികിത്സിക്കാമല്ലോ എന്ന് ഞാൻ പറയുകയുണ്ടായി. പലപ്പോഴും ഞാനിവിടെ വന്ന് ചികിത്സിക്കാനുള്ള ഒരാളുമാണ്, ഒത്തിരി അതുപോലെ ഗുണങ്ങൾ മേടിച്ചെടുത്തിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് എനിക്കും പറയാൻ പറ്റും, ഉറപ്പായിട്ടും എൻ്റെ അനുഭവത്തിൽ കൂടെ പറയാൻ പറ്റും, ചികിത്സിക്കാൻ വന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല, അതെല്ലാം ഭംഗിയായിട്ട് നിങ്ങളുടെ രോഗസൗഖ്യം ഉണ്ടാകും. ഞാൻ അതുകൊണ്ട് പ്രിൻസിസിനോട് പറയുകയും ചെയ്തു, ഞാൻ ആളെ പിടിച്ചു തന്നാൽ അതിൻ്റെ ഒരു പങ്ക് എനിക്ക് തരണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരികയും ചെയ്യാം. നമ്മുടെ ഇന്ന് ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും തന്നെ വൈദേശിക ആധിപത്യത്തിൻ്റെ പിടിയിൽ ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിംസ് ഹോസ്പിറ്റൽ പോലും അതിൻ്റെ 80% ഓഹരി അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലെയും വൻകിട സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അവർ ഏറ്റെടുത്ത് ചികിത്സാ ചെലവ് ഒരുപോലെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ ഭാരമാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പണ്ട് നമ്മൾക്ക് 1000 രൂപ കൊടുത്താൽ മരുന്ന് വാങ്ങി തിരിച്ചു വരാമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ മിനിമം 3000 രൂപ കൂടാണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു കാരണവശാലും താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നു. അവർക്ക് അത്താണിയായി തീരേണ്ട ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ നമുക്കറിയാം, അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്നല്ല, ഏത് ഗവൺമെന്റ് വന്നാലും ഇപ്പോൾ നടക്കുന്നത് ആവശ്യത്തിനുള്ള ഒരു മരുന്നും അവിടെ ഉണ്ടാവുക സാധ്യമല്ല, അവിടെ ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരും.